റിട്ടയർഡ് എസ് പി എൻ സുഭാഷ് ബാബു കൂടി ചേരുന്നു. സുഭാഷ് ബാബു സാർ, വാളയാർ കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കൂടി CBI പ്രതി ചേർത്തിരിക്കുകയാണ്. മാത്രമല്ല ഗുരുതരമായിട്ടുള്ള കുറ്റം ആണ് ചുമത്തിയിരിക്കുന്നത്. ബലാത്സംഗ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. CBIയുടെ ഈ നടപടിയെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, അതില് എന്താണ് ആ സാഹചര്യം എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാകുന്നുണ്ട്. എന്തായാലും അവരെ സംബന്ധിച്ചുള്ള അവർ ആദ്യത്തെ കുട്ടിയെ മരിച്ചതിന് ശേഷം ഇങ്ങനൊരു സംശയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇയാളെ ഈ പ്രധാനപ്പെട്ട പ്രതി അവിടെ വരുന്നെന്നും അപ്പൊ അങ്ങനെ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. അവരങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അത് അവർ ഗൗരവമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടി ആയതിനു ശേഷവും അവർ ഗൗരവമായിട്ട് അത് ഏറ്റെടുത്തില്ല. അപ്പൊ അതുകൊണ്ട് അവര് ഈ കുറ്റം മറച്ചുവെച്ചു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായിട്ടും അതിനകത്തിലുണ്ടാവും. അതായിരിക്കും ഗൗരവമായിട്ട് കാണുന്നത്. പിന്നെ അവർ അറിഞ്ഞതിന് ശേഷവും പിന്നീട് ഈ പ്രതിക്ക് അവിടെ വരാനുള്ള സൗകര്യം അവർ നിഷേധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് പ്രേരണയുടെ അടിസ്ഥാനത്തിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അത്ര ഏകദേശം അതിന്റെ ഒരു ബാഹ്യമായ വിവരം മാത്രമേ നോക്കുള്ളൂ. അപ്പൊ അത് അവരുടെ പേരിലേക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ കേസിനെ സംബന്ധിച്ചിടത്തോളം അത് കേസ് പൊതുവിൽ ദുർബലമാകും എന്നുള്ള ഒരു പ്രധാന കാര്യമുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ അവര് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് സമരം ചെയ്ത് പ്രധാന പ്രശ്നമായിട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇലക്ഷനിൽ പോലും മത്സരിക്കാൻ പോയി അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് ഒരുപാട് വാർത്താ പ്രാധാന്യമുള്ള ഒരുപാട് പ്രതിഷേധങ്ങൾ അവർ ചെയ്തതിന് ശേഷം അവരെ ഈ രീതിയിൽ ചെയ്യപ്പെടണോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് ഒഴിവാക്കാമായിരുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു പ്രോസിക്യൂഷന് അനുസരിച്ച് CBI ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ന്യായമായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും. അല്ലാണ്ട് വെറുതെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. കോടതി പോലും അത് സംശയത്തോടു കൂടിയേ കാണുള്ളൂ. അപ്പൊ എന്തായാലും ഇതിനെ സംബന്ധിച്ചുള്ള അവര് വേണ്ട രീതിയിൽ ആദ്യം ഇതിനെ പ്രതികരിക്കുകയോ അതിന് വേണ്ട മുൻകരുതൽ എടുക്കുകയോ പ്രതിഷേധിക്കുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവരും മൗനാനുവാദം കൊടുത്തു എന്നുള്ളതായിരിക്കണം മിക്കവാറും ഇതിനകത്ത് വരാനുള്ള സാഹചര്യം. എന്തായാലും ശരി, അതൊരു ദൗർഭാഗ്യകരമായ കാര്യമാണ്. അത് കേസിനെ സംബന്ധിച്ചിടത്തോളം കേസ് മൊത്തത്തിൽ ദുർബലമാക്കാൻ വേണ്ടി ഗൂഢാലോചന എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ശരി, അത് അവരുടെ പേരിൽ കൂടെ കേസ് കൊടുത്താൽ മാത്രമേ ചിലപ്പം ഒരു എഫക്റ്റീവ് പ്രോസിക്യൂഷൻ വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അവരെ അനുസരിച്ച് പ്രതിയാക്കിയതിനു ശേഷം പ്രതികളെ വേണേ മാപ്പുസാക്ഷിയാക്കാൻ വേണ്ടി ചില അഭ്യാസങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് കൂടായികയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് അല്ല സാർ, ഈ കേസിലെ പ്രധാന വാദികളാണ് ഇപ്പോൾ പ്രതികളായിരിക്കുന്നത്. അപ്പോൾ ഈ വാദികളുടെ സ്ഥാനത്ത് ആരെ നിർത്തും എന്നുള്ളതാണ്. അല്ല, അതില് എനിക്ക് തോന്നുന്നത് മിക്കവാറും എന്താന്ന് വെച്ചാൽ ഈ കേസിൽ അവരെ സംബന്ധിച്ച് അവർക്ക് അറിഞ്ഞില്ല എന്ന് പറയാൻ സാധിക്കില്ലായിരിക്കും. കാരണം അവര് രേഖകളൊക്കെ പരിശോധിച്ച് ബാക്കിയുള്ള അന്നത്തെ ഫോൺ കോളുകളും ബാക്കി അവിടെയുള്ള മറ്റ് സാക്ഷികളുടെ മൊഴികളിൽ നിന്നൊക്കെ നോക്കുന്ന അവസരത്തിൽ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഇത് അറിയാമായിരുന്നു എന്നുള്ള തെളിവ് CBIക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ കിട്ടിയത് മറച്ചുവെക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെ ഒരു ചാർജ് ഷീറ്റിലേക്ക് എത്തുകയും ആ ചാർജ് ഷീറ്റിൽ എത്തിയതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ മാപ്പുസാക്ഷിയുടെ പരിവേഷം കൊടുക്കുക. അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റിന് അത്ര വലിയ പ്രാമുഖ്യം കാണില്ല. കാരണം ഒരുപാട് ഡിലേ ആയി പോയത് കൊണ്ട് അതിന് വിശ്വാസ്യതയുടെ പ്രശ്നം വരും. ഇപ്പൊ ഇങ്ങനെ വരുന്ന അവസരത്തിൽ കോടതിയുടെ അനുവാദത്തോടു കൂടി അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗൗരവതരമായ രീതിയിൽ ആ കേസ് മുന്നോട്ട് പോകുമെന്നാണ് തോന്നുന്നത്. അതിനു വേണ്ടിയിട്ടായിരിക്കും ഇവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് ട്രയല് നടക്കുന്ന അവസരത്തിൽ നമുക്ക് ഗൗരവതരമായ പുതിയൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരാനുള്ള സാധ്യത വെച്ചിട്ടായിരിക്കും ചെയ്തത്. അല്ലാണ്ട് ബോധപൂർവം അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തു എന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. എന്തായാലും അതിന്റെ തെളിവിന്റെ മറ്റു കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതിന് ശേഷമേ വ്യക്തമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. എന്തായാലും അത് ഒഴിവാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു. അവരെ സംബന്ധിച്ച് അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാര്യമായിട്ട് ആളുകളൊന്നും സഹായിക്കാനില്ലേ, അവർ ഒറ്റയ്ക്ക് സമരം ചെയ്ത് ഇത്രയൊക്കെ ചെയ്ത് ഒത്തിരി അത് കഴിഞ്ഞ് കോടതി പോയതിന് ശേഷം ആ ട്രയൽ തന്നെ ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കാനൊക്കെ അവർ വലിയ ത്യാഗോജ്വലമായ സമാധാന സമരം ചെയ്തവരുടെ പേരിൽ അങ്ങനെ ചെയ്തത് എന്തായാലും ഒഴിവാക്കേണ്ടതായിരുന്നു. എന്തായാലും അത് പരിശോധിക്കപ്പെടും. കോടതി അത് ഏത് രീതിയിൽ എടുക്കും ചാർജ് ഷീറ്റിനെ എന്ന് പറയാൻ പറ്റില്ല. അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രിലിമിനറി ആർഗ്യുമെന്റിൽ തന്നെ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്യണമെന്ന് ആർഗ്യൂ ചെയ്തിട്ട് ചിലപ്പോൾ അവർ പുറത്തു പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും ശരി, ഇത് ഒരു ആശാവഹമായ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ന്യായമായ നിയമപരമായ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നടപടിയായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ.